പത്തരമാറ്റിൻ്റെ കിടിലൻ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നന്ദുവും സച്ചിദാനന്ദനും തമ്മിലുള്ള വിവാഹം നടത്താൻ വേണ്ടിയിട്ട് കനകയും ഗോവിന്ദനും ഒക്കെ തീരുമാനിക്കുകയാണ്. അത് ടെൻഷൻ അടിച്ചിട്ട് താങ്ങാനാവാതെ നിൽക്കുകയാണ് നന്ദു. കാരണം നന്ദുവിനെ അത് എതിർക്കാനോ അനിയുമായിട്ടുള്ള വിവാഹം നടക്കണം എന്നുള്ള ആഗ്രഹമുണ്ടെങ്കിലും അത് തുറന്നു പറയാനോ സാധിക്കാത്ത അവസ്ഥയിൽ ആകെ ടെൻഷൻ അടിച്ച് വല്ലാത്ത അവസ്ഥയിലാണ് നന്ദു ഇപ്പോഴുള്ളത്. വീട്ടിലേക്ക് പോകാനേ തോന്നുന്നില്ല. അതുകൊണ്ട് ചില രാത്രിയിലുള്ള ചില കേസിൻ്റെ ഫയൽസൊക്കെ ചെക്ക് ചെയ്തുകൊണ്ട് നന്ദു പോലീസ് സ്റ്റേഷനിൽ തന്നെ നിൽക്കുകയാണ്. അതേസമയം നമ്മുടെ അനി നന്ദുവിനെ ഫോൺ കോൾ ചെയ്യുന്നുണ്ടെങ്കിലും ആ നന്ദു എടുക്കുകയോ സംസാരിക്കുകയോ ഒന്നും ചെയ്യുന്നുണ്ടായിരുന്നില്ല. അങ്ങനെ നന്ദുവിൻ്റെ വീട്ടിൽ പോയാൽ ആകെ പ്രശ്നമാകും. ഇനിയിപ്പോൾ അവളെ കാണാൻ എന്താ ചെയ്യുക എന്നൊക്കെ ചിന്തിച്ച് ഒടുവിൽ അനി നന്ദുവിൻ്റെ വീട്ടിലേക്ക് പോകുന്നുണ്ട്. വീട്ടിലേക്ക് പോകുന്ന സമയത്ത് നന്ദുവിൻ്റെ വണ്ടിയൊന്നും അവിടെ ഉണ്ടായിരുന്നില്ല. എന്നിട്ട് അനി ചിന്തിക്കുന്നുണ്ട്, ഇവളെവിടെ പോയി, ഇതുവരെ എത്തിയില്ലേ, അവളുടെ വണ്ടിയൊന്നും ഇവിടെ കാണുന്നില്ലല്ലോ, ഇനി ഓഫീസിൽ തന്നെ ഉണ്ടാവുമോ, അല്ലെങ്കിൽ ഇപ്പോൾ എത്തേണ്ട സമയം കഴിഞ്ഞല്ലോ, ഇനി വല്ല അപകടവും പറ്റിയിട്ടുണ്ടാവുമോ എന്നൊക്കെ ടെൻഷൻ അടിച്ച് ഒടുവിൽ പോലീസ് സ്റ്റേഷനിൽ പോയി നോക്കാൻ വേണ്ടിയിട്ട് തീരുമാനിക്കുകയാണ്. അങ്ങനെ പോലീസ് സ്റ്റേഷനിൽ ചെന്ന് നോക്കുന്ന സമയത്ത് ടേബിളിൽ തല വെച്ചിട്ട് നന്ദു അവിടെ തന്നെ ഇങ്ങനെ കിടക്കുന്നുണ്ടായിരുന്നു. ആ സമയത്ത് അനി നേരെ പോലീസ് സ്റ്റേഷനിലേക്ക് കയറി പോകുന്ന സമയത്ത് കോൺസ്റ്റബിൾ ചോദിക്കുന്നുണ്ട്, എന്താ ഇവിടെ ഈ സമയത്ത് എന്തിനാ ഇങ്ങോട്ട് വന്നത്, ഇതിങ്ങനെ വരാൻ പാടില്ല എന്നുള്ളത് സാറ് പറഞ്ഞിട്ടില്ലേ, അത് ഓർമ്മയില്ല, സാറെങ്ങാനും കണ്ടാൽ അത് ആകെ പ്രശ്നമാകും എന്നൊക്കെ പറഞ്ഞിട്ട് കടത്തിവിടാൻ തയ്യാറായില്ല. അപ്പോൾ ആ സമയത്ത് അനി പറയുന്നുണ്ട്, ഇവിടെ ഒരാൾ CI ഉണ്ടല്ലോ, നന്ദു ഉണ്ടല്ലോ, ഇതുവരെ ഓഫീസ് ടൈം കഴിഞ്ഞിട്ട് വീട്ടിലേക്ക് എത്തിയില്ല, അതുകൊണ്ട് ഞാൻ അന്വേഷിച്ച് വന്നതാണ്, എന്താ പറ്റിയത് എന്നെങ്കിലും അറിയണമല്ലോ എന്നൊക്കെ ചിന്തിച്ചിട്ട് അയാൾ പറഞ്ഞത് കേൾക്കാതെ അകത്തോട്ട് കയറി പോവുകയാണ്. അങ്ങനെ നന്ദു ടേബിളിൽ തലവെച്ച് കിടക്കുകയാണോ. അങ്ങനെ നേരെ അനി നന്ദുവിൻ്റെ അടുത്ത് വന്നിട്ട് നന്ദു എന്താ പറ്റിയത്, എന്താ ഇവിടെ കിടക്കുന്നത്, എന്താ നിനക്ക് പറ്റിയത് എന്നൊക്കെ ടെൻഷനോടുകൂടി ചോദിക്കുമ്പോൾ, നീ എന്തിനാ ഇങ്ങോട്ട് വന്നത്, ഇനി നീ ഇങ്ങോട്ട് എന്നെ കാണാൻ വന്നു എന്നറിഞ്ഞാൽ പ്രശ്നമാകും, നിനക്കറിയില്ല എൻ്റെ വിവാഹക്കാര്യമൊക്കെ നടത്താൻ വേണ്ടിയിട്ട് പോവുകയാണ്, അതിൻ്റെ തീയതിയൊക്കെ നിശ്ചയിക്കാൻ പോവുക എന്നുള്ളതൊക്കെ അറിയില്ല, എന്നിട്ടും എന്തിനാ ഇങ്ങോട്ട് വന്നത് എന്നൊക്കെ പറയുമ്പോൾ, നന്ദു നീ മനസ്സറിഞ്ഞ് പറ, നിനക്കും കൂടെ താല്പര്യം ഉണ്ടായിട്ടാണോ ഈ കല്യാണം നടത്തുന്നത്, നീ ഉള്ളിലുള്ളത് എന്താണ് എന്നുള്ളത് തുറന്നു പറ, അല്ലാതെ ഇനിയും തുറന്നു പറയാതിരുന്നാൽ നമ്മുടെ ജീവിതമാണ് നഷ്ടപ്പെട്ടു പോകുന്നത്, ഒരിക്കൽ അത് പറയാത്തതിൻ്റെ ഇതാണല്ലോ ഇപ്പോഴും നമ്മൾ അനാമികയെ കൊണ്ട് അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്, ഇനി അത് ഉണ്ടാവാൻ പാടില്ല, നീ എന്തായാലും തുറന്നു പറ എന്നൊക്കെ പറയുകയാണ് അനി. ആ സമയത്ത് നന്ദു, എനിക്കൊന്നും പറയാനില്ല, ഇനിയിപ്പോൾ ഞാൻ എന്ത് പറഞ്ഞിട്ടും കാര്യമില്ല, അതൊന്നും നമ്മുടെ വീട്ടുകാർ കേൾക്കില്ലല്ലോ, തൽക്കാലം നമുക്കതൊക്കെ മറക്കാം, എനിക്കിഷ്ടമായിരുന്നു എന്നുള്ളത് സത്യമാണ്, പക്ഷെ അത് എനിക്ക് ഇപ്പോൾ ആരുടെ മുന്നിലും തുറന്നു പറയാനൊട്ടും കഴിയാത്തൊരു സാഹചര്യമാണ് അനി, നീ എന്നെ മനസ്സിലാക്ക്, ഇനിയിപ്പോൾ എന്താ ചെയ്യാമെന്ന് പോലും എനിക്കറിയില്ല, ഈ വിവാഹത്തിന് എനിക്കും ഒട്ടും താല്പര്യവുമില്ല, ഇനിയിപ്പോൾ ആകെ ഞാൻ തളർന്നിരിക്കുന്ന അവസ്ഥയിലാണ്, നീയും കൂടെ വന്ന് എന്നെ ടെൻഷനാക്കല്ലേ, നീ പോ അനി എന്നൊക്കെ പറഞ്ഞിട്ട് കരഞ്ഞുകൊണ്ട് യാചിക്കുന്നുണ്ട് നന്ദു. ആ ഒരു അവസ്ഥ കണ്ടിട്ട് എനിക്ക് ഒട്ടും തന്നെ സഹിക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. അങ്ങനെ നന്ദുവിനെ ചേർത്ത് പിടിക്കുകയാണ് അനി. അങ്ങനെ ചേർത്ത് പിടിക്കുന്ന ആ ഒരു സമയത്താണ് നമ്മുടെ പുതിയ സച്ചിദാനന്ദൻ അങ്ങോട്ടേക്ക് വരുന്നത്. ആ കാഴ്ച കണ്ടിട്ടാകെ ഞെട്ടിത്തരിച്ച് നിൽക്കുകയാണ്. ഇവനെന്താ നന്ദുവിനെ കെട്ടിപ്പിടിച്ചോന്ന് നിൽക്കുന്നത്, എന്താ ഇവിടെ നടക്കുന്നത്, ഇതെന്താ ഒരു സ്റ്റേഷനിലെന്നൊക്കെ ചിന്തിച്ച് ആകെ ദേഷ്യപ്പെട്ടിട്ട് നിൽക്കുകയാണ് സച്ചിദാനന്ദൻ. അങ്ങനെ അവരുടെ അടുത്തോട്ട് വരുന്നുണ്ട്. എന്താ ഇവിടെ ഇത് ഏതാ സ്ഥലം എന്നുള്ളതൊക്കെ നിങ്ങൾക്കറിയില്ലേ, എന്താ നന്ദു ഇങ്ങനെയൊക്കെ കാണിക്കുന്നത്, നമ്മുടെ കല്യാണമൊക്കെ തീരുമാനിക്കുന്ന സമയത്ത് നീ എന്താ ഈ ചെക്കനുമായിട്ട് ഇങ്ങനെ കെട്ടിപ്പിടിച്ചൊക്കെ നിൽക്കുന്നത്, ഇത് വളരെ മോശമായി പോയി, എന്താ നിങ്ങൾക്ക്, നീ എന്തിനാടാ ഇങ്ങോട്ട് വന്നത്, നന്ദു ഇവനെന്താ നിന്നെ കയറി പിടിക്കുകയായിരുന്നോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ ആ സമയത്ത് നന്ദു പറയുന്നുണ്ട്, ഇവനെന്നെ കയറി പിടിച്ചതൊന്നല്ല, ഇവനെ എനിക്കിഷ്ടമാണ്, ഇനിയെങ്കിലും ഞാൻ അത് തുറന്ന് പറയാതിരുന്നാൽ ശരിയാവില്ല, ഞങ്ങൾ തമ്മിൽ പ്രണയത്തിലാണ്, പക്ഷേ ഒന്നിക്കാൻ പറ്റാത്തൊരു സാഹചര്യത്തിലായി പോയി എന്നൊക്കെ പറയുന്നുണ്ട്. ആ സമയത്താകെ ഞെട്ടിത്തരിച്ച് ഷോക്കായി നിൽക്കുകയാണ് സച്ചിദാനന്ദൻ. എന്നിട്ട് എന്താ ഈ കേൾക്കുന്നത്, എന്താ ഈ പറയുന്നത്, ഇതൊന്നും നിനക്ക് നേരത്തെ പറയാൻ അറിയില്ലായിരുന്നു, എനിക്കപ്പോഴേ സംശയമുണ്ടായിരുന്നു ഇവൻ ഇങ്ങോട്ട് വരുന്ന സമയത്ത്, പിന്നെ എനിക്ക് കറക്റ്റ് ക്ലാരിറ്റി കിട്ടിയിരുന്നില്ല, ചിലതൊക്കെ അന്വേഷിച്ചപ്പോൾ എനിക്ക് ചിലതൊക്കെ അറിയാനും സാധിച്ചു, പക്ഷെ ഞാനതൊന്നും വിശ്വസിച്ചിരുന്നില്ല, പിന്നെ ഇനി എന്തായാലും അതൊക്കെ പണ്ടല്ലേ, എന്തായാലും ഇനി നിന്നെ ഞാൻ ആർക്കും വിട്ടുകൊടുക്കില്ല, നമ്മുടെ കല്യാണം നിശ്ചയിച്ചല്ലേ, ഇനി മേലാൽ ഇവളെ കാണാനോ നന്ദു ഇവനെ കാണാനോ ശ്രമിക്കരുത്, അത് ശ്രമിച്ചു എന്ന് അറിഞ്ഞാൽ പിന്നെ ഇതൊന്നും ആയിരിക്കില്ല, എന്തായാലും നിൻ്റെ അച്ഛനോടും അമ്മയോടൊക്കെ സംസാരിച്ച സ്ഥിതിക്ക് തീയതി എത്രയും പെട്ടെന്ന് നിശ്ചയിക്കാൻ വേണ്ടി, അതുകൊണ്ട് ഇവിടുന്ന് ഇറങ്ങി പോകാൻ നോക്കി എന്നൊക്കെ പറഞ്ഞിട്ട് അനിയെ പിടിച്ച് തള്ളുകയാണ് സച്ചിദാനന്ദൻ. ഇത് കണ്ടിട്ട് നന്ദുവിന് ഒട്ടും തന്നെ സഹിക്കാൻ പറ്റിയില്ല. എന്നിട്ട് അനിയെ തൊട്ടു പോവരുത് എന്നൊക്കെ പറഞ്ഞിട്ട് എതിർത്ത് നിൽക്കുകയാണ് നന്ദു.